എനിക്കെന്താ ചോദിച്ചാ പറയൂല്ല. കണ്ണ് തപ്പിയിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ അടിയിടും. ഇന്നെന്താ പുതിയ പ്രശ്നം? അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തുട്ടാ നിന്റെ മുഖത്ത് ഇത്ര ദേഷ്യം? ചോദിച്ചിട്ട് പറയണില്ല അതുകൊണ്ട്. ഇവളൊന്നും ചെയ്തില്ല. എന്തുട്ടാ എന്റെ പൊന്നൈഷ എപ്പോഴും ഇങ്ങനെ കരയണേ? എനിക്ക് അച്ഛനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ എന്നാ വൈകുന്നേരം വരെ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുക. ഭ്രാന്ത് പിടിപ്പിക്കൂലോ. ഞാൻ നിന്റെ അച്ഛനെ വിളിച്ച് വരുത്താൻ പോവാണ്. രേഖേട്ട ഒന്ന് ഇത്രടം വരെ വരാൻ പറ്റുമോ? അല്ലല്ല, പേടിക്കേണ്ട കാര്യമൊന്നും അല്ല. അത് ഐഷു കിടന്ന് വെറുതെ കാറണു. ചോദ്യം ചോദിച്ചിട്ട് പറയണില്ല, അച്ഛൻ വരാണ്ട് പറയില്ല അത്രേ. ഓക്കെ എന്നാ അച്ഛൻ വരാൻ പോവാണ്. ഇനിയെങ്കിലും കരച്ചില് നിർത്ത്. അച്ഛനെ കാണട്ടെ, അപ്പൊ നിർത്താം. കരഞ്ഞ് കരഞ്ഞ് പനി പിടിപ്പിക്കാനാണോ നിന്റെ പ്ലാൻ? ഇപ്പൊ ഇവിടെ നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ എന്റെ നല്ലത് കിട്ടൂട്ടാ. എന്താ പ്രശ്നം? എനിക്ക് പെട്ടെന്ന് പോണം ട്ടാ. ആവോ, ഞങ്ങൾക്കറിയില്ല. ഇവളോട് തന്നെ ചോദിക്ക്. ആ പറഞ്ഞോളൂ, എന്താ പ്രശ്നം? എന്തിട്ട്? മോളെ നിന്റെ പ്രായത്തിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. അല്വേ, ഞാൻ പോവാട്ടാ. ഇതിനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. കുട്ടി കാരണം കണ്ടില്ലേ? എന്റെ പൊന്ന് കല്ലുവേ, അവിടെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ തന്നെ നീയല്ലേ ഇതൊക്കെ മാനേജ് ചെയ്യാൻ മേടിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യേ പ്ലീസ്. ഞാനിവിടെ പെട്ടു, എന്നെ പെടുത്തിട്ട് മുങ്ങി. ഞാനും പോവാമേ. ഞാൻ മാസികയില് കളർ ചെയ്തോണ്ടിരിക്കുന്ന നേരത്താണ് ഇവിടെ നിലോളി കേട്ടത്. ആ അവള് മുങ്ങി. അല്ല, അവരൊക്കെ നിന്നിട്ടും കാര്യം എന്താണ്? മോളെ, ഈ വോട്ട് ചെയ്താലുള്ള ഫലം എന്താണ്? എന്തുട്ട് നെയിൽ പോളിഷാ? ഓ അങ്ങനെ. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഭയങ്കര വെയിലല്ലേ, അപ്പൊ കുട്ടികൾ വെളിയിൽ പോയിട്ട് ഓട്ടിടണ്ട, വീട്ടിൽ ഓട്ടിട്ടാ മതി. കയ്യിലമ്മ നെയിൽ പോളിഷ് അവിടെ വരച്ചു തരാം. സത്യം? ആ സത്യം. ഒരു വിരല് അതിലേ വരയ്ക്കൂ. ഓ അതൊക്കെ അറിയാല്ലേ? മഞ്ജുവേ, നിന്റെ കയ്യിലുള്ള സ്കെച്ച് പെൻസിൽ എല്ലാം ഇനി കൊണ്ടുവന്നേ. അശ്വിൻ. ദൈവമേ, ഈ പെണ്ണോ? പെട്ടെന്ന് നടന്നു കളയാം. ഏയ്, വിളിച്ചത് കേട്ടില്ലേ? ഇല്ല. ഞാൻ വിളിച്ചാ മാത്രമേ അശ്വിൻ കേൾക്കാതെ ഉള്ളൂല്ലേ? ഇപ്പൊ സ്നേഹയായിരുന്നു വിളിച്ചെങ്കിൽ 1 കിലോമീറ്ററിന് അപ്പുറത്തൊന്നും അശ്വിൻ തിരിഞ്ഞു നോക്കും. ഇത് കഷ്ടണ്ട് കേട്ടോ. ജൂലി, ആദ്യം ദേഹത്തുനിന്ന് കൈയെടുക്ക്. എന്തിപ്പോ ഇത്ര വലിയ പ്രോബ്ലം? ഇയാള് സത്യത്തിലുണ്ടെങ്കിൽ തന്നെയായിരുന്നോ? ആയിരുന്നു ചാ. നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് പോലും ഒരു പ്രശ്നമില്ല. എന്നിട്ടാണ് ആ നാട്ടിലൊരു ചെക്കൻ എന്നെ തൊടാൻ പാടില്ല എന്ന് പറയണത്. കുറച്ച് കഷ്ടാണ് കേട്ടോ. ജൂലി, ഒന്നാമത് എന്റെ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. രണ്ടാമത് സ്നേഹയ്ക്ക് ഇത് ഇഷ്ടാവില്ല. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലായിരുന്നെങ്കിൽ അശ്വിനും പ്രശ്നമില്ലായിരിക്കും, അതല്ലേ അർത്ഥം? വെറുതെ ഓരോന്ന് ഉണ്ടാക്കണ്ടാട്ടാ. അശ്വിൻ, എന്റെ ഈശ്വര, ഞാൻ എന്തുട്ടായി കാണണേ? നീ എന്ത് കണ്ടൂന്ന് പറയണേ? സത്യം പറ, ഇവിടെ എന്തിട്ട് നടക്കണേ? സ്നേഹം നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല. എന്നെ പൊട്ടിയാക്കാൻ നോക്കാണല്ലേ? ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോവൊന്നുമില്ലല്ലോ. ഉണ്ടോ? അശ്വിൻ കണ്ടിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും ആൺകുട്ടികളുടെ തോളി കൈയിടണത്? ഇല്ല. എന്താ ഞാൻ അങ്ങനെ ചെയ്യാത്തേന്നറിയോ? ഇയാളങ്ങനെ ചെയ്താൽ എനിക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ട് തന്നെ. എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ പോണു. അതിന് ഞാൻ അവളുടെ തോളിലൊന്നും കൈയിട്ടില്ലാലോ. എന്നാലും കുറച്ചു നേരമായിട്ട് ഞാൻ അവിടുന്ന് വന്നപ്പോ ശ്രദ്ധിച്ചു, അവള് തോളിലല്ല കൈവച്ചോണ്ട് നിന്നത്. സ്നേഹം ഞാനത് എടുത്തു മാറ്റാൻ പറഞ്ഞോണ്ട് നിൽക്കുമായിരുന്നു. എന്നെ കാണുമ്പോ അശ്വിൻ ഇങ്ങനൊക്കെ പലതും പറയാൻ തോന്നും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ കൊണ്ട് തോറ്റൂലോ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയിക്കോളൂ. എന്തുട്ടാ എന്തുട്ടാ അശ്വിൻ പറഞ്ഞത്? കളഞ്ഞിട്ട് പോവാനോ? ഓക്കെ, ഞാൻ പോവാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഭാരാവണില്ല. സ്നേഹ പെണങ്ങല്ലേ? പക്ഷെ ഞാനെന്താ തെറ്റാ ചെയ്തത്? നിങ്ങൾ എന്നൊന്ന് പറയും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് അതും കൂടി പറയും. പിന്നെ നിങ്ങൾ അയച്ചെന്ന പേരുകളിൽ നിന്ന് പുതിയ ഇൻസ്പെക്ടറുടെ പേര് തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. ആ പേരാണ് ആന്റണി. കുഞ്ഞിക്കാട്ടൂൻ മുടങ്ങാണ്ട് കാണണം ട്ടാ.